നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാനഡയിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഇന്ത്യയുടെ വിജയാഹ്ലാദമാകുന്നു. ഇന്ത്യയുടെ ശത്രുക്കൾ നിലംപൊത്തി. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോടുള്ള നീരസം മുൻപ് തന്നെ ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ജസ്റ്റിൻ ട്രൂഡോയെ കുപ്പിയിലിറക്കി ഇന്ത്യക്കെതിരെ കാനഡയെ തിരിച്ചത് ഖലിസ്ഥാൻ അനുകൂലിയായ ജഗ്മീത് സിംഗിന്റെ ഗൂഢതന്ത്രങ്ങളായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ പൊളിച്ചെടുക്കിയത്. കാനഡയുടെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന ആരോപണം മുൻപ് ജസ്റ്റിൻ ട്രൂഡോ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ പൊതുതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ഖലിസ്ഥാൻവാദിയുമായ ജഗ്മീത് സിംഗിന് സമ്പൂർണ്ണ പരാജയം. മൂന്നാം വിജയം ലക്ഷ്യമിട്ടിരുന്ന ജഗ്മീത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ബർണബി സെൻട്രൽ സീറ്റിൽ ലിബറൽ സ്ഥാനാർത്ഥിയായ വേഡ് ചാങ്ങിനോട് പരാജയപ്പെട്ടു. ജഗ്മീതിന് നേടാൻ കഴിഞ്ഞത് വെറും 27% വോട്ടുകൾ മാത്രം. എന്നാൽ ചാങ് 40%-ലധികം വോട്ടുകൾ വാരിക്കൂട്ടി. ജഗ്മീതിന്റെ പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ഇക്കുറി നേരിട്ടത്. 12 സീറ്റുകൾ ലഭിക്കാത്തതിനാൽ NDPക്ക് ദേശീയ പദവി നഷ്ടപ്പെട്ടു. NDPയുടെ പ്രകടനത്തിൽ തനിക്ക് നിരാശയുണ്ട് എന്ന് 46-കാരനായ ജഗ്മീത് സിംഗ് പറയുന്നു. തുടർന്ന് NDPയുടെ നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളാണ് ജഗ്മീതിന്റെ പാർട്ടി നേടിയത്. ഇതോടെ ജസ്റ്റിൻ ട്രൂഡോയെ വരച്ച വരയിൽ നിർത്താൻ ജഗ്മീതിനും പാർട്ടിക്കുമൊക്കെ കഴിഞ്ഞു. ഇക്കുറി വെറും 7 സീറ്റിൽ ഒതുങ്ങുന്ന NDPയെയാണ് കാനഡ കാണുന്നത്. ഇതോടെ പൊട്ടിച്ചിരികളും വിജയാഹ്ലാദവും ഇന്ത്യയിൽ. അതിന് ചില കാരണങ്ങളുണ്ട്. ടോം മുൽഖേറിന്റെ പിൻഗാമിയായി 2017 ജഗ്മീത് സിംഗ് NDPയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. 2011 മുതൽ 2017 വരെ ഒന്റാറിയോയിൽ പ്രൊവിൻഷ്യൽ പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു. പ്രധാന കനേഡിയൻ ഫെഡറൽ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ന്യൂനപക്ഷ ഗ്രൂപ്പിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. ലിബറൽ പാർട്ടിയുമായി ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ ജഗ്മീതും NDPയും കാനഡ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചു. ഇതിനിടയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ദുർബല ഭൂരിപക്ഷം ജഗ്മീത് സിംഗിന് കൂടുതൽ കരുത്തായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തുടക്കത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിന് നിർണായക സഖ്യകക്ഷിയായി ജഗ്മീതിന്റെ പാർട്ടി മാറി. ഒടുവിൽ പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ജഗ്മീതിനെയും NDPയെയും ഒക്കെ വിശ്വസിച്ച് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ പൂർണ്ണവെട്ടിൽ. പിന്നീടാണ് മാർക്ക് കാർണി ലിബറൽ പാർട്ടിയുടെ നേതാവായി ഉയർന്നു വന്നത്. അതും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്ന്. 2022 കനേഡിയൻ തെരഞ്ഞെടുപ്പിലാണ് ജഗ്മീത് സിംഗ് ഒരു കിങ് മേക്കറായി ഉയർന്നു വന്നത്. ജസ്റ്റിൻ ട്രൂഡോയെ ഒരു സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചു. ഇപ്പോൾ നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിലും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് നിർണായക പങ്ക് വഹിക്കുമെന്ന് പലരും കരുതി. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റി. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളോ? ബർണബി സെൻട്രലിലെ കനത്ത തോൽവിയെ തുടർന്ന് NDPയുടെ നേതൃസ്ഥാനം രാജിവെക്കുകയാണ് എന്ന് സിംഗ് പ്രഖ്യാപിച്ചു. കാനഡയിലെ ഏറ്റവും സ്റ്റൈലിഷ് രാഷ്ട്രീയക്കാരൻ എന്നാണ് ജഗ്മീത് സിംഗ് അറിയപ്പെട്ടിരുന്നത്. വെസ്റ്റേൺ ഒന്റാറിയോ സർവകലാശാലയിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദവും യോർക്ക് സർവകലാശാലയിലെ ഓസ്കുഡ് ഹാൾ ലോ സ്കൂളിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടിയിരുന്നു ജഗ്മീത് സിംഗ്. പിന്നീട് 46-കാരനായ സിംഗ് വർഷങ്ങളോളം ക്രിമിനൽ ഡിഫൻസ് അറ്റോർണിയായി ജോലിയെടുത്തു. 2011 ഒന്റാറിയോ നിയമസഭയിലേക്ക് പ്രവിശ്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 19 വാൻകൂവറിന് കീഴിലുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ ബർണബിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാനഡ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതോടെ കാനഡയിലെ ജനങ്ങൾ മാത്രമല്ല, പൊതുവെ ഇന്ത്യയും ജഗ്മീത് സിംഗിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു. പകരത്തിന് പകരമെന്നതായിരുന്നു ജഗ്മീത് സിംഗിന്റെ നിലപാട്. 2022 ട്രൂഡോയുമായി ഒരു കരാറിൽ അദ്ദേഹം ഏർപ്പെടുമ്പോൾ മറുവശത്ത് ഒട്ടനവധി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. ഇതൊക്കെ ഇന്ത്യയുടെ രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരായിരുന്നു. അറിയപ്പെടുന്ന ഒരു ഖലിസ്ഥാനി ആരാധകൻ തന്നെയാണ് സിംഗ്. 1984 കലാപത്തെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 2013 ഇക്കാരണം കൊണ്ട് ഇന്ത്യ വിസ നിരസിച്ചു. പിന്നീട് 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ഖലിസ്ഥാൻ റാലിയിൽ പങ്കെടുക്കുകയും അവിടെ പങ്കെടുത്തവർ ഖലിസ്ഥാൻ ഖലിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അപ്പോഴും അവർക്കെതിരെ ജഗ്മീത് സിംഗ് ഒരക്ഷരം ഉരിയാടിയില്ല. പകരം ഖലിസ്ഥാൻ വാദത്തെ പൂർണ്ണമായി പിന്തുണച്ചു. ഈ റാലിയിൽ 1984 സുവർണക്ഷേത്രം ഉപരോധിച്ചതിന് പിന്നിലെ ഖലിസ്ഥാനിയായ
ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ വലിയ പോസ്റ്ററുകൾ ഉയർത്തിയിരുന്നു. പിന്നീട് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കാനുള്ള ട്രൂഡോ സർക്കാരിന്റെ തീരുമാനത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതും സിംഗ് തന്നെ. നയതന്ത്രജ്ഞരെ പുറത്താക്കിയതിന് തൊട്ടുപിന്നാലെ ജഗ്മീത് സിംഗിന്റെ പ്രസ്താവന, ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കാനുള്ള ഇന്നത്തെ തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇന്ത്യക്കെതിരെ നയതന്ത്ര ഉപരോധങ്ങൾ ശക്തിപ്പെടുത്താനും കാനഡയിൽ RSS ശൃംഖല നിരോധിക്കാനും കനേഡിയൻ മണ്ണിൽ സംഘടിത കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തതായി കണ്ടെത്തിയ ആർക്കും ഏറ്റവും കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പ്രതിജ്ഞാബദ്ധരാകാനും ഞങ്ങൾ കാനഡ സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുന്നുവെന്നാണ് അന്ന് ജഗ്മീത് സിംഗ് പറഞ്ഞത്. ജഗ്മീത് സിംഗിന്റെ ഇത്തരം തന്ത്രങ്ങൾക്ക് പിന്നിൽ പാവയായി പ്രവർത്തിച്ച ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലായി. 2024 സെപ്റ്റംബറിൽ ട്രൂഡോ സർക്കാരിൽ നിന്നുള്ള പിന്തുണ NDP പിൻവലിക്കുന്നു. തുടർന്നാണ് ഏപ്രിൽ 28 നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിലെ സിംഗിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും പ്രകടനത്തിലേക്ക് എല്ലാ കണ്ണുകളും തിരിഞ്ഞത്. അതിശക്തമായ തെരഞ്ഞെടുപ്പിൽ ബർണബി സെൻട്രലിൽ നിന്നുള്ള സ്വന്തം സീറ്റ് അങ്ങനെ ജഗ്മീത് സിംഗിന് നഷ്ടപ്പെട്ടു. NDP ഏറ്റവും മോശം പ്രകടനത്തിലും തെരഞ്ഞെടുപ്പിൽ വെറും 7 സീറ്റുകൾ മാത്രം. NDP നേതാവായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു ബഹുമതിയാണെന്ന് സിംഗ് തോൽവിക്ക് ശേഷം പറഞ്ഞു. പുതിയ നേതാവിനെ കണ്ടെത്തുന്നതുവരെ താൻ താൽക്കാലികമായ പദവിയിൽ തുടരും. മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി കാനഡയിൽ ഇക്കുറിയും വിജയിച്ചു. പക്ഷേ ലിബറൽ പാർട്ടിക്ക് അത്രയങ്ങ് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞില്ല. ഹൗസ് ഓഫ് കോമൺസിൽ 343 സീറ്റുകളിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയിക്കുന്ന പാർട്ടിക്ക് 172 സീറ്റുകൾ വേണം. എന്നാൽ ലിബറൽ പാർട്ടിക്ക് ലഭിച്ചത് വെറും 167 സീറ്റുകൾ. 145 സീറ്റുകളാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പൊലീവറെ ലിബറൽ പാർട്ടിക്ക് മുന്നിൽ പരാജയം സമ്മതിച്ചു. 2015 മുതൽ ഇത് 4ാം തവണയാണ് കൺസർവേറ്റീവ് പാർട്ടി തോൽവി അറിയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും കാനഡ USന്റെ ഭാഗമാകില്ല എന്ന് മാർക്ക് കാർണി വിജയിച്ചതിന് ശേഷം ജനങ്ങളോട് പറഞ്ഞു. മാർക്ക് കാർണിയുടെ ഈ നിലപാടിന് തന്നെയാണ് ജനങ്ങൾ ഇക്കുറി വോട്ട് നൽകിയതും. ജസ്റ്റിൻ ട്രൂഡോയുടെ ജനപ്രീതി ഇടിഞ്ഞതിനെ തുടർന്നാണ് മാർക്ക് കാർണി രംഗത്ത് വരുന്നത്. അതിപ്പോൾ ലിബറൽ പാർട്ടിക്ക് അനുഗ്രഹമായി. USന്റെ ഭീഷണിക്ക് മുന്നിൽ കാനഡയുടെ ഐക്യത്തിന്റെ തെളിവാണ് ഈ വിജയമെന്ന് മാർക്ക് കാർണി ജനങ്ങളോട് പറഞ്ഞു. കൺസർവേറ്റീവ് പാർട്ടി ഇതുവരെ ഫിനിഷിംഗ് ലൈൻ കടന്നിട്ടില്ല എന്ന വസ്തുത ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന് മാറ്റം വരുമെന്ന് പിയറി പൊലീവറെ പറയുന്നു. നീണ്ട 9 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ജസ്റ്റിൻ ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇപ്പോൾ മാർക്ക് കാർണിയും എത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയും സാമ്പത്തിക പ്രതിസന്ധികളും ഉടലെടുത്തപ്പോൾ ബുദ്ധിപരമായുള്ള കാർണിയുടെ തീരുമാനങ്ങളാണ് ഇലക്ഷനിൽ ഇപ്പോൾ ലിബറൽ പാർട്ടിക്ക് അനുഗ്രഹമായത്. എന്നാൽ ഇന്ത്യയെ പൂർണ്ണമായി വെറുപ്പിച്ച ജഗ്മീത് സിംഗ് അങ്ങനെ കനേഡിയൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.